Greetings to you all in the name of our Lord and Savior Jesus Christ. I'm so glad that you are joining us today as we are doing this podcast. We have the privilege of diving deep in the important topic revival, Alingi Unarvu, the powerful transformative move of the Holy Spirit. So, revival, what is revival? Alingi Unarvu endana. So, to talk about this, we have two important guests with us. He's none other than Pastor Raisin Thomas and his wife Vinita Raisin. We're going to ask a few questions. First question, Pastor. How can revival happen these days in our lives, our churches and in our communities? Allengi ee unarvu innathe kalathu ee unarvu endana? താങ്ക് യു. നിങ്ങളെ കാണുന്നതിലും ഇവിടെയുള്ള ഹവ ചർച്ചിൻ്റെ മീറ്റിങ്ങിൽ വരുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ അല്പസമയം ചെലവഴിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് വന്ന ഈ ചോദ്യം, ഉണർവ് എന്താണ് എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഉണർവ് എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യം. ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെ എങ്ങനെ ഉണർവുകാരെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യപ്പെടരുത്. മനസ്സിലാവുന്നുള്ള, ഞങ്ങളങ്ങനെ ഒരു റിവൈവലിസ്റ്റ് എന്നും പറഞ്ഞൊന്നും ബ്രാൻഡ് ചെയ്യപ്പെടുന്ന നിലയിൽ ഞങ്ങളുടെ മിനിസ്ട്രി അങ്ങനെ ആയിട്ടില്ല. പിന്നെ ചെറിയ നിലയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉപയോഗിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഉണർവ് എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഉണർവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മീറ്റിംഗ് നീണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് ദൈർഘ്യം കൂടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ചു നേരം കൂടുതൽ കൈയടിച്ചതോ അതൊന്നുമല്ല ഉണർവ്. ഉണർവ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം റിവൈവൽ എന്ന് പറയുന്നത് ഗോഡ്സ് അറൈവൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ക്യാപ്ഷൻ. അത് ഒരു കയ്യടിക്കപ്പുറത്ത്, ഒരു നീണ്ടുപോകുന്ന യോഗത്തിനപ്പുറത്ത് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും ഒരു സാച്ചുറേറ്റഡ് ആയ ഒരു കമ്മ്യൂണിറ്റി ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നതിനെയാണ് റിവൈവൽ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ വളരെ വലുതായിരിക്കും. അതൊരു ചർച്ചിനകത്ത് മാത്രമായിരിക്കത്തില്ല, അത് ചർച്ചിന്റെ ബൗണ്ടറി വിട്ട് പോകണം. അതൊരു കമ്മ്യൂണിറ്റി ഇമ്പാക്റ്റ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ റിവൈവലുകൾ പലതും ചർച്ചിനകത്ത് മാത്രമേ നിൽക്കുന്നു. മനസ്സിലാവുന്നില്ല. ഞങ്ങളും ഈ റിവൈവൽ എന്ന് പറയുന്നത് ബ്രാൻഡഡ് ചെയ്യുന്ന ഒരു അനുഭവത്തിലൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൾച്ചറിനെ ഇമ്പാക്ട് ചെയ്യത്തക്കവണ്ണമുള്ളൊരു റിവൈവലിസ്റ്റ് ആയിട്ട് ഞങ്ങൾ മാറിയിട്ടില്ല. ഞങ്ങളും അതിന്റെ പ്രോസസ്സിലാണ്. മനസ്സിലാവുന്നു. പിന്നെ ഇത് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ, റിവൈവൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാൻ മെയ്ഡ് സാധനമല്ല, ഒരിക്കലും ഒരു മനുഷ്യനിർമ്മിതമായ സംഭവമല്ല. പരിശുദ്ധാത്മാവ് സംഭവിപ്പിക്കുന്നതാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിനു വേണ്ടി റിവൈവൽ, ഇപ്പം കാനഡയിൽ വരാൻ വേണ്ടി എനിക്കിപ്പോൾ ഒരു സാധനം ചെയ്യണം, ഒന്നും നടക്കത്തില്ല. നമുക്ക് അതിനുവേണ്ടി ദാഹമുള്ളവരായി തീരാൻ മാത്രമേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കണം. പാസ്റ്റ് റിവൈവലുകളെ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതിൽ ഏറ്റവും വലിയ പരാജയം, പ്രത്യേകിച്ച് നമ്മൾ മലയാള കമ്മ്യൂണിറ്റി ആണല്ലോ ഇത് കൂടുതൽ കേൾക്കുന്നത്. ഇപ്പൊ അഹവ ചർച്ച് കാനഡയിലുണ്ട്. നിങ്ങളിൽ ഒരു മൂവ്മെന്റ് നടന്നാൽ നിങ്ങൾ ഹാപ്പിയാണ്. എൻ്റെ ചോദ്യം, ഈ മൂവ്മെന്റ് നമ്മുടെ പുറത്ത് വേറൊരു ചർച്ചിലാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്? നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? മലയാളി കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം ഭയങ്കര സ്വാർത്ഥരാണ്. എന്നിൽ കൂടെ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, അത് മറ്റൊരാളിൽ കൂടെ ആണെങ്കിൽ ഞാൻ അൺഹാപ്പിയാണ്. മനസ്സിലാവുന്നു. എൻ്റെ ചർച്ചിൽ കൂടെ ആണെങ്കിൽ അത് റിവൈവലാണ്, അത് വേറൊരു ചർച്ചിൽ കൂടെ ആണെങ്കിൽ അത് റിവൈവൽ അല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പം നമുക്ക് ഏറ്റവും അധികം വേണ്ടത് എല്ലാ റിവൈവലിൻ്റെയും, ഞാൻ റിവൈവലുകൾ ഒത്തിരി പഠിച്ചതാണ്. റിവൈവൽ ബ്രേക്ക് ഔട്ട് ആകുന്നതെല്ലാം ലോങ് പ്രയറിന്റെ റിസൾട്ട് ആയിട്ടാണ് റിവൈവൽ ബ്രേക്ക് ഔട്ട് ആവുന്നത്. വെയിൽസ് റിവൈവൽ എന്ന് പറയുമ്പോൾ 14 വർഷത്തെ പ്രാർത്ഥനയാണ്. 14 years prayer ആണ് വെയിൽസ് റിവൈവൽ ബ്രേക്ക് ഔട്ട് ആവുന്നത്. ഇപ്പം ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനകളാണ് റിവൈവലിന് വേണ്ടി.
നിങ്ങൾ ചെയ്യേണ്ടത് ഉണർവ് യോഗങ്ങൾ നടത്തുകയല്ല വേണ്ടത്, ഉണർവുകാരെ ഇൻവൈറ്റ് ചെയ്യല്ല വേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ കഴിയും. കോൺസെൻട്രേറ്റഡ് ആയ, ഫോക്കസ്ഡ് ആയ പ്രയർ വിളിക്കണം. അതിന്റെ റിസൾട്ട് ആയിരിക്കും റിവൈവൽ. അപ്പോസ്തലപ്രവൃത്തി 12 അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് ഹോളി സ്പിരിറ്റിന്റെ മൂവ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു യോഗവും നടത്തിയില്ല. അവർ ഒരു സ്ഥലത്ത് കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എത്ര ദിവസം പ്രാർത്ഥിച്ച് നമുക്കറിയത്തില്ല, എത്ര മണിക്കൂർ, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് ആയിരുന്നു ആ ഔട്ട്പോയിങ്. നിങ്ങൾക്ക് റിവൈവൽ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ തുടങ്ങും. വിനിത, ആഡ് സംതിങ്. റിവൈവൽ എപ്പോഴും ഒരു റിഫോർമേഷനിലേക്ക് എത്തണം. ഈ പറഞ്ഞ പോലെ, പാസ്റ്റർ പറഞ്ഞ പോലെ, അവരുടെ അടുത്ത് ഒരു റിവൈവൽ നടന്നു എന്നതിൻ്റെ ഒരു തെളിവ് ആ സൊസൈറ്റിയിലുള്ള ഇമ്പാക്റ്റാണ്. ആ സൊസൈറ്റിയിലുള്ള ഇമ്പാക്റ്റിലേക്ക് ആ റിവൈവൽ എത്തിയെങ്കിൽ അവിടെ ഗവേൺ ചെയ്യുന്ന പോളിസീസിനെ അത് സ്വാധീനിക്കും. എന്ന് വെച്ചാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയപ്പെടുന്ന നിലവാരത്തിൽ കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നോ അത് മുഴുവനായും നമ്മൾ നടന്നു പോകുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരും അനുഭവിക്കത്തക്ക നിലയിൽ. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് റേസ്റ്റാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വാർത്ഥത ഇല്ലായ്മയാണ്. ആ ഒരു വൺ മൈൻഡ്, ആ ഒരു സെൽഫിഷ് നേച്ചർ, ആ ഒരു ഈ സെൽഫി കൾച്ചറിൽ നിന്ന് ആൾക്കാർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാനും മറ്റുള്ളവരെ കുറെ കൂടെ ചേർത്ത് പിടിക്കാനും കർത്താവിൻ്റെ ഹൃദയമുള്ളവരായി തീരുന്ന ആ ഒരു കമ്പാഷനിലേക്ക് ജനം വരുമ്പോഴാണ് വാസ്തവത്തിൽ ആ ഒരു ഹങ്കർ വെളിപ്പെടുന്നത്. ആ അകത്തു നിന്നുള്ള ആ ഒരു വിശപ്പ്, അയ്യോ ആത്മാക്കൾ നശിച്ചു പോകുന്നു, മരിച്ചു പോകുന്നു, അവർ കർത്താവില്ലാതെ അവർ നശിച്ചു പോകുന്നു എന്നുള്ള ആ ഒരു ഭാരം അകത്ത് കയറുമ്പോൾ അത് എന്നെ ഉപയോഗിച്ചാൽ എന്ത്, ലീല ഉപയോഗിച്ചാൽ എന്ത്, ആരെയെല്ലാം ഉപയോഗിക്കപ്പെട്ടിട്ട്, പക്ഷെ ലെറ്റ് ദം ബി ഡെലിവേർഡ്. ആ ഒരു നിലയിൽ ഒരു പേര് വേണ്ടാത്ത, ആ ഒരു പെരുമ വേണ്ടാത്ത നിലയിലുള്ള ഒരു വിശപ്പിലേക്ക്, അതിലേക്ക് ആളുകൾ ഒരുമിച്ച്, എത്ര പേരാണോ ഒരുമിച്ച് ഈ മനസ്സോടെ നിൽക്കുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് റിസൾട്ടിലേക്ക് വരും. താങ്ക് യു പാസ്റ്റർ ആൻഡ് ആൻഡി. പാസ്റ്റർ കഴിഞ്ഞ വീക്ക് സ്കാബ്രോയിൽ നടന്ന മീറ്റിംഗിൽ ഫോർഗിവ്നെസ്സിനെ പറ്റി സംസാരിച്ചു. You also added that forgiveness is always connected to the Holy Spirit. So അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ റിയൽ forgiveness ഉണ്ടാവുന്നത്, and how is Holy Spirit connected to it? Forgiveness എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ഡോക്ട്രീൻ. നമ്മുടെ ചർച്ച അത് പഠിപ്പിച്ചിട്ടില്ല. യേശു കർത്താവ് നമ്മൾ ഏറ്റവും അധികം പറയുന്നത് രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ഇതാണ് അഭിഷേകം പ്രാപിക്കുക. ഇതിനപ്പുറത്തൊരു ഡോക്ട്രീൻ നമ്മൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറയുന്നത് യേശു ക്രിസ്തു രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഫോർഗിവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു സ്നാനപ്പെടണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കണമെന്നാണ്. അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ്. മനസ്സിലായില്ലേ? പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരത്തില്ല, പഴയ കോടി തുണിക്കണ്ടം പുതിയ തുണിയിൽ വെച്ച് പിടിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാണ് യേശു തുടങ്ങുന്നത്. അപ്പൊ എന്താ ഈ പുതിയ കോടി തുണിക്കണ്ടം പഴയ കോടി തുണിക്കണ്ടം എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് ആണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആ പാത്രത്തിനകത്ത് ന്യൂ ടെസ്റ്റ്മെന്റിന് വൈൻ ഒഴിക്കാൻ ഒക്കത്തില്ല. എന്താ ഓൾഡ് ടെസ്റ്റ്മെന്റ്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അവിടെ ഫോർഗിവ്നെസ് ഒന്നും ഇല്ല. അവിടെ എറിഞ്ഞ് കൊല്ലാനാ പറഞ്ഞേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പാപിനിയായ ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് കൊന്നേക്കണം. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ കേഴ്സ് ആണ് കിടക്കുന്നത്. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റ് പറയുന്നത്, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ
കുറവുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ ഞങ്ങൾ ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവം ക്ഷമിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ യേശു ക്രിസ്തു ഫോർഗീവ്നെസ് എന്താന്ന് കാണിച്ചു കൊടുക്കുക. ട്രൂ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് അത് മുഖാന്തരം ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 18 യേശു ഫോർഗീവ്നെസിന്റെ ഒരു ഭയങ്കര തിയറി പഠിപ്പിക്കുന്നു. അതാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടത്, ഒരു യജമാനന്റെയും 2 ദാസന്മാരുടെയും കഥ. അതിനകത്ത് യേശു പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ ക്ഷമിക്കണം. ലീലയോട് ദൈവം ക്ഷമിച്ചു എന്ന് ലീലയ്ക്ക് ഭയങ്കര ബോധ്യമുണ്ടോ? ഉണ്ടോ? ലീലയുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടോ? 100% ഉണ്ട്. അതിന് എപ്പോഴെങ്കിലും കർത്താവ് അതിനെ കുത്തി നോവിക്കൂ? കർത്താവ് ക്ഷമിച്ചാൽ ക്ഷമിച്ചവൻ. പിന്നെ ഒരിക്കലും പാസ്റ്റ് പറഞ്ഞ് ദൈവം നിന്നെ കുത്തി നോവിക്കത്തില്ല. നമ്മുടെ ആളുകൾ ക്ഷമിക്കുന്നതിന് പകരം മറക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഫൊർഗെറ്റ് ചെയ്യും, പക്ഷെ ഫൊർഗീവ് ചെയ്യത്തില്ല. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ പണ്ടത്തെ കാര്യം, നീ അന്ന് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തില്ലേ. യേശു ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ട്രൂ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ യേശു എന്താണ് നമ്മളോട് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായിട്ട് അതുപോലെ മറ്റുള്ളവരോട് ചെയ്യാം. മനസ്സിലാവുന്നു? എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള അനുഭവമാണ്. ഞങ്ങളുടെ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ജനറേറ്ററിന്റെ ആവശ്യമുണ്ട്. ഈ ജനറേറ്ററിന് വേണ്ടി ഞാൻ വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ടീം ലീഡറിന്റെ കയ്യിൽ ഒരു 3.5 ലക്ഷം രൂപ ജനറേറ്ററിന് വേണ്ടി അയച്ചു കൊടുത്തു. അത് ഇടയ്ക്ക് നിന്ന് ഒരാൾ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ജനറേറ്റർ അവരുടെ ഏജന്റ് വന്ന് വാങ്ങിച്ചിട്ട് പൈസ 3.5 ലക്ഷം രൂപ വാങ്ങിച്ചു. ഞങ്ങളോട് പറഞ്ഞു ശനിയാഴ്ച ജനറേറ്റർ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ജനറേറ്ററിന് വേണ്ടി കാത്തിരിക്കുക. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ക്രെയിൻ റെഡിയാക്കിക്കോ, ജനറേറ്റർ വരുന്നു. രാത്രി 8 മണി വരെ എന്താണ്ട് കൊല്ലത്തെത്തി, കാസർഗോഡെത്തി, കൊച്ചിയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 8 മണിയാകുമ്പോൾ ഈ മനുഷ്യൻ ഫോൺ ഓഫ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളെ വിളിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ ചർച്ച ഇനാഗുറേറ്റ് ചെയ്യണം, ജനറേറ്റർ ഇല്ല. ഞായറാഴ്ച രാവിലെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. എന്ത് ചെയ്യും? 3.5 ലക്ഷം രൂപ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും ഒരു ചെറുപ്പക്കാരൻ. എന്ത് ചെയ്യും? ഞങ്ങളുടെ ടീം ലീഡേഴ്സ് മൊത്തം വല്ലാതെ ഇറിറ്റേറ്റഡ് ആണ്. ഭയങ്കരമായി അവനെ ഇടിക്കണം, കൊല്ലണം, അടിക്കണം, പോലീസ് സ്റ്റേഷനിൽ പിടിക്കണം. പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അവനോട് ഫോർഗീവ് ചെയ്യാം. അവനോട് ഒരാഴ്ചയ്ക്ക് പിന്നെ അവൻ ഫോൺ ചെയ്തിട്ട് ഞാൻ അവനെ എൻ്റെ ഓഫീസിൽ വിളിച്ചു. അവൻ പേടിച്ചിട്ട് അവൻ വന്നു. അവനെ അടിക്കുമോ, അവനെ ഇടിക്കുമോ എന്ന് പറഞ്ഞിട്ടാ വന്നു. പുറത്ത് ഞങ്ങളുടെ സഹോദരന്മാർക്കൊന്നും എൻ്റെ അത്രയും ഒരു ഫോർഗീവ്നെസിന്റെ റെവലേഷൻ ഇല്ല. മരിടിക്കാനും പിടിക്കാനും നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടുപോകരുത്, അവനെ തൊട്ടുപോകരുത്. ഞാൻ അവനോട് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? അവൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററെ, സാറേ, ഞാനൊരു വലിയ കടത്തിൽപ്പെട്ട് കിടക്കുക. ഞാനിങ്ങനെ ഓരോരുത്തരെ പറ്റിച്ചാണ് ഒരാളുടെ കടം വീട്ടുന്നത്. നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിച്ച് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. നിങ്ങൾക്ക് പൈസ തരണമെങ്കിൽ ഞാൻ വേറൊരാളെ പറ്റിച്ചിട്ട് തരാം. ഞാൻ എന്താ അവനോട് പറഞ്ഞു അറിയോ? എന്റെ പൈസ തരാൻ വേണ്ടി നീ ഇനി ഒരാളെ പറ്റിക്കരുത്. നിനക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, പൊക്കോളാം. അവന്റെ ജീവിതത്തിലെ പറ്റിക്കൽ പരിപാടി അവൻ നിർത്തി. അവനിപ്പോ കുറേശ്ശെയായിട്ട് പൈസ തന്നു. ഇതിന് ഇപ്പോഴും തന്നു തീർത്തിട്ടില്ല. എന്താ ഞാൻ അവനോടത് ചെയ്യാൻ കാരണം എന്നറിയോ? എൻ്റെ ഇതിനേക്കാൾ വലിയ പാപങ്ങൾ യേശു ക്രിസ്തു എന്നോട് ക്ഷമിച്ചു എന്നുള്ളൊരു റെവലേഷനാണ് എനിക്ക് അവനോട് ക്ഷമിക്കാനുള്ള ധൈര്യം കിട്ടി. ക്ഷമ സ്വീകരിച്ചവനെ ക്ഷമ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് പലരും ക്ഷമിക്കാത്തതെന്നറിയോ? അവർ ക്ഷമ റിസീവ് ചെയ്തിട്ടില്ല. ക്ഷമയുടെ 2 ഫേസ് ഉണ്ട്, ഒന്ന് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ ഫോർഗീവ്നെസ് ദൈവത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഹൊറിസോണ്ടലി എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റൂ. ക്ഷമിക്കാത്ത ഒരാളുടെ കൂടെ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യത്തില്ല. ഹോളി സ്പിരിറ്റ് ആണ്, ഹോളി സ്പിരിറ്റ്
2 സ്പിരിറ്റും ഉണ്ട്. അതർ സ്പിരിറ്റും ഉണ്ട്, ഹോളി സ്പിരിറ്റും ഉണ്ട്. അതർ സ്പിരിറ്റിന്റെ ഓപ്പൺ ഡോറാണ് അൺഫോർഗീവ്നെസ്. നീ ഒരാളോട് ക്ഷമിക്കാത്ത ആളാണെങ്കിൽ ഈവിൾ സ്പിരിറ്റിന് ഓപ്പൺ ഡോറാണ്. നീ ക്ഷമിച്ച ആളാണെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ ഓപ്പൺ ഡോർ. ഇതൊരു 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ പറയാൻ പറ്റത്തില്ല. ഇതൊരു 10 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യം. ഈ ക്ഷമ സ്വീകരിക്കുന്നവനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദൈവസ്നേഹം സ്വീകരിച്ചവനെ ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റും. അത് ഇതും കണക്റ്റഡ് ആയിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തത്, വേണ്ടും പോലെ സ്നേഹിക്കാൻ കഴിയാത്തത് ഈ ദൈവസ്നേഹത്തെ വേണ്ടും പോലെ റിസീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇടയിൽ റിവൈവൽ നടക്കണമെന്ന്, ഉണർവ് നടക്കണം, ആളുകളെ സ്വാധീനിക്കണം, കർത്താവ് അവരിൽ ഇറങ്ങണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഇന്നർ പേഴ്സണൽ നമ്മൾ ദൈവസ്നേഹത്തെ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ പല മേഖലകളിലുള്ളതിൽ പലപ്പോഴും നമ്മൾ ഒരു ഓൾട്ടർ കോൾ വരുമ്പോൾ നമ്മൾ ഈ കർത്താവിനെ സ്വീകരിക്കുന്നു, കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതൊരു ഭയങ്കര മെമ്മറബിൾ ഡേ ആണ്. പലപ്പോഴും നമ്മൾ ചോദിക്കും, നിന്റെ ആദ്യ സ്നേഹത്തെ, ദ ഫസ്റ്റ് ലവിനെ നീ ഇപ്പോഴും നീ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് സഭയോട് ദൈവാത്മാവ് ചോദിക്കുന്ന പോലെ നമ്മളോട് നമ്മൾ സ്വയം ചോദിക്കണം. വേർ ഇസ് മൈ ഫസ്റ്റ് ലവ്? ഈസ് ഇറ്റ് ആക്റ്റീവ് ലൈക്ക് ദാറ്റ് in the first day? If not, then there's something wrong with the love that you have received in your person, not God's love. God's love is always complete and so whole that He can transform. It's still active to transform you and me unto His nature. അടുത്തത് പാസ്റ്റർ ഒത്തിരി രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇപ്പം ഇനി റിവൈവലിസ്റ്റ് ആസ് എ റിവൈവലിസ്റ്റ് ഞാൻ എടുക്കുന്നില്ല. പാസ്റ്റർ ഒത്തിരി രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഡു യു നോ വേർ ദ നെക്സ്റ്റ് റിവൈവൽ ഇസ് ഗോണ ടേക്ക് പ്ലേസ്? നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാനിപ്പം പറയാ കാനഡയിൽ ആ റിവൈവൽ നടക്കുന്നു വെച്ച് ഇന്ത്യക്കാരായ ഞങ്ങൾ എന്ത് ചെയ്യും? അതെ, ഇതൊക്കെ മോളെ, ഇതിനകത്തൊരു മാനിപ്പുലേഷൻ നടത്തണ്ട മോളെ. നമുക്ക് അടുത്ത റിവൈവൽ എവിടാ? നിനക്കടുത്ത റിവൈവലിസ്റ്റ് ആകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പം ഞാൻ പറയാം, ഇന്ത്യയിലാണ് റിവൈവൽ. നീ ഇന്ത്യ വരുമോ? ജോലി കളഞ്ഞിട്ട് വരുമോ നീ? ഇപ്പം ഞാൻ പറയാം, ചാത്തന്നൂരാണ് റിവൈവൽ. അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. എവിടെയാണോ ദാഹിക്കുന്ന ജനമുള്ളത്, ദാഹിക്കുന്നവരല്ല എൻ്റെ അടുക്കൽ വരട്ടെ. ഇതൊരു മൂവാണ്, ഇപ്പോൾ നടക്കുന്നൊരു മൂവാണ്. ഒരു ഗ്ലോബൽ റിവൈവലിന്റെ മൂവ് നടക്കുക. അതിനകത്ത് നമ്മളൊരു ചെറിയ പോർഷൻ മാത്രമേ ഡീൽ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ട്? അതിന്റെ നമ്മളുടെ റോള് നമ്മൾ ചെയ്യുക, അത്രമാത്രമേ. അഹവായ്ക്കൊരു റോളുണ്ട്, ആ റോൾ അഹവ ചെയ്യുക. അതിനകത്ത് നിനക്കൊരു റോളുണ്ട്, അത് നീ ചെയ്യുക. നമുക്കത് സ്വാർത്ഥരാകണ്ട. ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാരെന്ത് ചെയ്യും? പാകിസ്ഥാനിലാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെന്ത് ചെയ്യും? മനസ്സിലാവുന്നു? ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു മറുപടി ആയിരിക്കത്തില്ല ഇത്. പക്ഷെ ദിസ് ഈസ് വാട്ട് ദ ഹാർട്ട് ഓഫ് ഗോഡ്. എവിടെയാണോ ദാഹിക്കുന്ന ആളുകൾ, ദാഹിക്കുന്നവരെല്ലാം എന്നെ എടുക്കുക. പിന്നെ അന്ത്യകാലത്ത് കാനഡയിൽ മാത്രമല്ല, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇതൊരു ഗ്ലോബൽ മൂവ് ആയിരിക്കും. ചിലപ്പോൾ അത് പാകിസ്ഥാനിലായിരിക്കും തുടങ്ങുന്നത്, ചിലപ്പോഴത് ആഫ്രിക്കയിലായിരിക്കും തുടങ്ങുന്നത്. അതൊരു തീ പോലെ ഇങ്ങനെ കത്തിപ്പടരും. അതിനകത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞാനത് പർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുന്നില്ല. ദാഹിക്കുന്ന നമ്മളിലാണ് ആ റിവൈവൽ കിടക്കുന്നത്. അടുത്തതായി ചേച്ചിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു ഓൾവേസ് ഹാഡ് തേഴ്സ്റ്റ് ഫോർ റിവൈവൽ ബിഫോർ മാരേജ്?